കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർത്താവിനായി 24 മണിക്കൂർ ആഗോളതലത്തിൽ മാർച്ച് 13, 14 തീയതികളിൽ പ്രാർത്ഥനാ ദിനം. മധ്യപൂർവേഷ്യയിലെ യുദ്ധം അവസാനിക്കാനായി പാപ്പയുടെ പ്രാർത്ഥന തുടരുന്നു. മാർപ്പാപ്പയുടെ മൊണാക്കോ യാത്ര പരിപാടികളുടെ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. സിസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ വർഷം തോറും കുറവ് വരുന്നതിൽ ആശങ്ക. കത്തോലിക്ക കോൺഗ്രസ് ജന്മവാർഷിക സമ്മേളനവും മഹാറാലിയും കണ്ണൂരിൽ. വാർത്തകൾ വിശദമായി. കർത്താവിനായി 24 മണിക്കൂർ ആഗോളതലത്തിൽ മാർച്ച് 13, 14 തീയതികളിൽ പ്രാർത്ഥനാ ദിനം. കർത്താവിനായി 24 മണിക്കൂർ എന്ന പേരിൽ ആഗോളതലത്തിൽ ഇന്നും നാളെയുമായി, അതായത് മാർച്ച് 13, 14 തീയതികളിൽ പ്രാർത്ഥന നടത്തുവാൻ വത്തിക്കാൻ ആഹ്വാനം ചെയ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ "ഞാൻ ലോകത്തെ രക്ഷിക്കാൻ വന്നു" എന്ന തിരുവചനമാണ് ഈ വർഷത്തെ ആപ്തവാക്യം. നോമ്പ് കാലത്തിൽ കർത്താവിന്റെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുന്നതിനും അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നതിനും ക്ഷണിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയാണ് പ്രാർത്ഥനയ്ക്കായി ആഹ്വാനം മുഴക്കിയിരിക്കുന്നത്. മാർച്ച് 13 വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ മാർച്ച് 14 ശനിയാഴ്ച ദിവസം മുഴുവൻ ദേവാലയങ്ങൾ ആരാധനയ്ക്കും കുമ്പസാരത്തിനുമായി തുറന്നു കൊടുക്കണമെന്ന് ഡിക്കാസ്ട്രി ഓർമ്മിപ്പിച്ചു. മധ്യപൂർവേഷ്യയിലെ യുദ്ധം അവസാനിക്കാനായി പാപ്പയുടെ പ്രാർത്ഥന തുടരുന്നു. മധ്യപൂർവേഷ്യയിലെ എല്ലാ സംഘർഷങ്ങളും ശത്രുതകളും അവസാനിക്കുന്നതിനായി ലിയോ പാപ്പയുടെ പ്രാർത്ഥന തുടരുന്നുവെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ടെലിഗ്രാം ചാനൽ വഴി അറിയിച്ചു. ഇരകളാക്കപ്പെടുന്ന എല്ലാവർക്കും, പ്രത്യേകമായി നിഷ്കളങ്കരായ കുട്ടികൾക്ക് വേണ്ടി പാപ്പ പ്രത്യേകം പ്രാർത്ഥിച്ചു. മധ്യപൂർവേഷ്യയിലെ സംഘർഷം ആരംഭിച്ചതിനെ തുടർന്ന് ഇതിനകം 300 കുട്ടികളാണ് മരണമടഞ്ഞിരിക്കുന്നത്. മാർപ്പാപ്പയുടെ മൊണാക്കോ യാത്രാ പരിപാടികളുടെ കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. മാർച്ച് 28-ാം തീയതി ലിയോ 14 പാപ്പ മൊണാക്കോയിലേക്ക് നടത്തുന്ന യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. 9 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഈ അപ്പസ്തോലിക യാത്രയുടെ ആപ്തവാക്യം "വഴിയും സത്യവും ജീവനും ഞാനാണ്" എന്നതാണ്. കത്തോലിക്ക രാജ്യമായ മൊണാക്കോയിൽ പാപ്പ ആൽബർട്ട് രാജകുമാരൻ കത്തോലിക്ക വിശ്വാസികൾ, യുവാക്കൾ, പുതുതായി ക്രൈസ്തവരായവർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ലൂയിസ് രണ്ടാമൻ സ്റ്റേഡിയത്തിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. 28-ന് രാവിലെ 7 മണിക്ക് ഹെലികോപ്റ്ററിൽ പുറപ്പെടുന്ന പാപ്പ 9 മണിയോടെ മൊണാക്കോയിൽ എത്തിച്ചേരും. വൈകുന്നേരം 5:45 വത്തിക്കാനിലേക്ക് മടങ്ങും. 2026-ൽ പാപ്പ നടത്തുന്ന ആദ്യ വിദേശയാത്രയാണ് ഇത്. സിസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ വർഷം തോറും കുറവ് വരുന്നതിൽ ആശങ്ക. കഴിഞ്ഞ 6 ശതാബ്ദങ്ങൾക്കിടയിൽ കത്തോലിക്ക സിസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വത്തിക്കാൻസ് ആനുവേറിയം സ്റ്റാറ്റിസ്റ്റിക്കം എന്ന ഒഫീഷ്യൽ കത്തോലിക്ക ഡയറക്ടറിയുടെയും ജോർജ് യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ഇൻ ദ അപ്പസ്റ്റോലേറ്റിന്റെയും കണക്കുകൾ പ്രകാരം 1965 മുതൽ റിലീജിയസ് സിസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മാർച്ച് 8 മുതൽ ആരംഭിച്ച കാത്തലിക് സിസ്റ്റേഴ്സ് വീക്ക് നാളെ മാർച്ച് 14-ന് സമാപിക്കും. കമ്മ്യൂണിക്കേറ്റേഴ്സ് ഫോർ വുമൻ റിലീജിയസ് ആണ് ഈ പ്രത്യേക വാരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 50-ലധികം രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും കത്തോലിക്ക സഹോദരിമാരുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് ഇത്. പ്രതീക്ഷയുടെയും ഹൃദയത്തിന്റെയും കഥകൾ എന്നതാണ് ഈ വർഷത്തെ വിഷയം. എണ്ണത്തിൽ കുറവ് വന്നാലും ദൗത്യത്തിലും സേവനത്തിലും തീക്ഷ്ണതയിലും മാന്ദ്യം സംഭവിക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാത്തോലിക്ക സിസ്റ്റേഴ്സ് എന്നതാണ് ശ്രദ്ധേയം. കത്തോലിക്ക കോൺഗ്രസ് ജന്മവാർഷിക സമ്മേളനവും മഹാറാലിയും കണ്ണൂരിൽ. അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ 108-ാം ജന്മവാർഷിക സമ്മേളനവും മഹാറാലിയും മാർച്ച് 13, 14 തീയതികളിലായി കണ്ണൂരിൽ നടക്കും. സമുദായ ശക്തീകരണം രാഷ്ട്രപുരോഗതിക്ക് എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന റാലി മാർച്ച് 14-ന് നടക്കും. അന്തർദേശീയ സമുദായ ശക്തീകരണ സമ്മേളനവും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിക്കും. തലശ്ശേരി അതിരൂപത ആതിഥേയത്വം വഹിക്കുന്ന സംഗമത്തിൽ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് വലിയമറ്റം, ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് ഞരളക്കാട്ട്, തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബിഷപ്പ് ലെഗേറ്റ് മാർ റിമിഞ്ചിയോസ് ഇഞ്ചനാനിയിൽ, കോട്ടയം അതിരൂപത സഹായ മെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ, പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.